മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ച പാലക്കാട് നഗരസഭ. പാലക്കാട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് നഗരസഭ നമ്പർ നൽകുന്നില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുന്ന മന്ത്രി ചട്ടങ്ങൾ പാലിച്ച് അപേക്ഷ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്പർ നൽകുമെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലെന്നും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദി മന്ത്രിയാണെന്നും ഇ കൃഷ്ണദാസ് ആരോപിച്ചു. പാലക്കാട് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച വിശ്രമമുറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോഴാണ് പാലക്കാട് നഗരസഭ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന് നമ്പർ നൽകുന്നില്ല എന്ന ആരോപണവുമായി മന്ത്രി രംഗത്തെത്തിയത്. എന്നാൽ മന്ത്രി തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണ് നമ്പർ നൽകാത്തത്. ബസ് സ്റ്റാൻഡിന് ഇതുവരെ ഫയർ എൻഒസി ലഭിച്ചിട്ടില്ല. കൂടാതെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല എന്നും കക്കൂസ് മാലിന്യം പ്രദേശത്തെ ഹൗസിംഗ് കോളനിയിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്നും നിരവധി കടകൾ നിർമ്മിച്ച ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി ഒക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ പോലും ആദ്യം തയ്യാറായിരുന്നില്ല. വിവാദമായപ്പോഴാണ് നമ്പർ ഇടാൻ വന്നത്. മന്ത്രിക്ക് ഫയലുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതിനാലാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നതെന്നും എല്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും പാലിച്ച് നഗരസഭയിൽ അപേക്ഷ നൽകാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി 14 ജില്ലയിലും 100 കണക്കിന് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടുത്തെ എന്താ വിഷയമെന്ന് മന്ത്രി കൃത്യമായി പഠിക്കാത്തതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മന്ത്രി ദയവായിട്ട് ആ ഫയലൊക്കെ ഒന്ന് പരിശോധിക്കണം. എവിടെയൊക്കെയാണ് ഇതിൽ വീഴ്ച വന്നിരിക്കുന്നത് അദ്ദേഹം തന്നെ ഒന്ന് പരിശോധിക്കട്ടെ. അതിന് ഉത്തരവാദി ഇനി കെ.എസ്.ആർ.ടി.സി നഗരസഭ അല്ല, കെ.എസ്.ആർ.ടി.സി തന്നെയാണ്. അല്ല, അദ്ദേഹം തന്നെ ആയിരിക്കും. നിയമവിരുദ്ധമായി കെട്ടിട നിർമ്മാണം നടത്തി യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ 5ഉം 6ഉം പെട്ടിക്കടകൾ അവിടെ നിരത്തി വെച്ച് ആ പെട്ടിക്കടകളിലൊക്കെ ചായയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി ഇതേതെങ്കിലും ഒന്ന് കത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിയായ ശ്രീമാൻ കെ.ബി. ഗണേഷ് കുമാറിനായിരിക്കും. ഒരു സംശയമില്ല. കട മാറ്റിയാൽ അവിടെ ഫയർ എൻഒസി കിട്ടിയിട്ടില്ല, മറ്റ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. അവർ കക്കൂസ് മാലിന്യം അവർ പുറത്തേക്ക് ഒഴുക്കിയിട്ട് 3 കോളനിയിലുള്ള റെസിഡൻസ് കോളനിയിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് പരാതി പറയുന്നത്. നമ്മൾ നിരന്തരം കെ.എസ്.ആർ.ടി.സിക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല, കാരണം STP പ്ലാന്റ് ഇല്ല. അപ്പോൾ എന്താ എളുപ്പപ്പണി? ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിടുക. ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിട്ട് താഴെയുള്ള ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തുള്ള മൈത്രി കോളനി, ആ കോളനിയിലേക്കാണ് ഈ കക്കൂസ് മാലിന്യം മുഴുവൻ കെ.എസ്.ആർ.ടി.സി ഒഴുക്കി വിടുന്നത്. ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് അവർ പൈപ്പൊക്കെ അടച്ചിട്ടുണ്ട്. ഈ രാത്രി അർദ്ധരാത്രി ഇത് ഇവർ തുറക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം തുറക്കാവുന്ന വിധത്തിലുള്ള ഒരു താൽക്കാലിക വിധത്തിലാണ് ഇത് അടച്ചിരിക്കുന്നതെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, ഈ അടച്ചിട്ടുള്ള വിധം. അപ്പോൾ പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി. ഇതിനെക്കാട്ടും നല്ലത് കെ.എസ്.ആർ.ടി.സി ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് മന്ത്രി തന്നെ പിച്ചച്ചട്ടി എടുക്കുന്നത് നല്ലത്. ഏതെല്ലാം വിധേയനെയാണ് നിയമവിരുദ്ധമായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാതെയാണ് മന്ത്രി ഓരോന്ന് വിളിച്ചു പറയുന്നതെന്നും അനധികൃത നിർമ്മാണം നഗരസഭയോട് പൊളിച്ചു നീക്കാൻ പറയുന്ന മന്ത്രി കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയാതെയാണ് വിഡ്ഢിത്തങ്ങൾ പറയുന്നതെന്നും നഗരസഭ വിമർശിച്ചു. മന്ത്രിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെന്ന്. ഇത് എന്താണ് ഫയലെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ നിയമവിരുദ്ധമായി കെട്ടിടം കെട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിനൊരു AC റൂം ഉദ്ഘാടനം ഉണ്ടവർ അദ്ദേഹം ഓടിച്ചാടി വന്നു, അത്രയേ ഉള്ളൂ. കെ.എസ്.ആർ.ടി.സി ഓക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ വേണ്ടി ആപ്ലിക്കേഷൻ പോലും തന്നിട്ടില്ല. ഇത് വിവാദമായപ്പോഴാണ് ഓടി വന്ന് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നത്, ഞങ്ങൾക്കൊന്ന് നമ്പർ ഇട്ട് തരണേ. പരിശോധിക്കുമ്പോഴാണ് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നഗരസഭയ്ക്ക് കെ.എസ്.ആർ.ടി.സിക്ക് നമ്പർ കൊടുക്കാൻ ഒരു വിരോധവുമില്ല. നിയമപ്രകാരം നിയമം പാലിച്ചുകൊണ്ട്, ബിൽഡിംഗ് റൂൾസ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ കടലാസുകളും കൃത്യമായി തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എല്ലാ ബിൽഡിംഗ് റൂൾസും പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. UTV ന്യൂസ്, പാലക്കാട്.